എൻ്റെ നാട്ടിൽ ഒരു വലിയ കവയിത്രി എന്ന് പറയും, ഒരു ബാലാമണി അമ്മ, എറണാകുളത്ത്. ഞാൻ അവരുടെ അനേകം കവിതകൾ പഠിച്ചവനാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തെ ആകർഷിച്ച ഒരു 2 വരിയുണ്ട് കേട്ടോ. അത് കുട്ടിക്ക് മുല കൊടുക്കുകയാണ് അമ്മ. ആ സമയത്ത് അവരുടെ മനസ്സിൽ ഒരു വിചാരം വരുന്നു. എന്താണ് വിചാരം? അല്ലയോ ഓമനെ, എൻ്റെ ഈ മുലപ്പാലിലുള്ള ഈ വല്ല വൃത്തികേടും നിന്നെ ചീത്തയാക്കാതിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അവരുടെ ഒരു പ്രാർത്ഥന. അതെല്ലാ അധ്യാപകരും ഓർമ്മിക്കേണ്ടതാണ്. അമ്മയുടെ ശരീരത്തിലുള്ള ഏറ്റവും ദിവ്യമായ ഒരു വസ്തുവാണ് ഈ മുലപ്പാൽ. അതിൽ വിഷാംശം കലരാൻ പ്രയാസമാണ്. പക്ഷേ ഈ അമ്മ, ഈ കുഞ്ഞ് ഏതോ മനോഹരമായ ഭൂലോകത്തിലില്ലാത്ത പുഞ്ചിരി ചിരിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഞാൻ ഈ കുട്ടിയെ നന്നാക്കുകയാണോ ചീത്തയാക്കുകയാണോ എന്നുള്ള സംശയം തോന്നുകയാണ്. നമ്മളൊരു പുതിയ തലമുറയെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ തലമുറയെ നാം അതിനെ വളർത്തുവാൻ ഉപയോഗിക്കുന്ന എല്ലാറ്റിനെയും ശുദ്ധമാക്കിക്കൊണ്ട് വയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ പത്രം നടത്തുന്നവർ, റേഡിയോ നടത്തുന്നവർ, TV നടത്തുന്നവർ, വിദ്യാലയങ്ങൾ നടത്തുന്നവർ, ഇവരെല്ലാം രാഷ്ട്രീയം നടത്തുന്നവർ, ഇവരെല്ലാം സൂക്ഷിക്കേണ്ടതാണ്. ആ സൂക്ഷ്മത നമുക്കില്ല. നമ്മുടെ വയലുകൾ ചീത്തയാക്കപ്പെടുന്നുള്ളൂ. കാസർഗോഡ് എൻഡോസൾഫാൻ വിഷം അടിച്ചിട്ടാണ് അവിടെ കശുവണ്ടി മുഴുവൻ നശിപ്പിക്കുന്ന, മനുഷ്യരെ മുഴുവൻ നശിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സ് ഇതിനേക്കാൾ വലിയ എൻഡോസൾഫാൻ കൊണ്ട് വിഷമയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ബാഹ്യാഭ്യന്തര വിഷങ്ങൾ നമ്മളെ മുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെതിരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമ്മേളനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയും ഒരു സമ്മേളനത്തിൽ വെച്ചുള്ള പ്രഭാഷണവും പോരാ. അതിന് നമുക്ക് നിരന്തരമായ അനുധ്യാനം ആവശ്യമാണ്. എപ്പോഴുമുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ഞാൻ ഗാന്ധിജിയുടെ 125ാം ജന്മദിനം വന്നപ്പോൾ കുറേ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു, 125ാം ജന്മദിനം വന്നിരിക്കുന്നു, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സാർ എന്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പ്രസംഗിക്കുന്നുള്ളൂ, 125 ഗ്രാമങ്ങളിൽ പോയിട്ട് സാറിന് പ്രസംഗിച്ചുകൂടെ? അങ്ങനെ പ്രസംഗിക്കാൻ അത് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അന്ന് ആന്റണി ഗവൺമെൻറ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആന്റണിക്ക് അന്ന് വരാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് സുധീരനെ അയച്ചു. അപ്പം ഇത് അവിടെ വിഴിഞ്ഞത്ത് വെച്ച് നടത്തണമെന്നാണ് വിചാരിച്ചത്. അന്ന് അവിടെ ഒരു ചെറിയ സാമുദായിക കലാപം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിരോധനാജ്ഞയുള്ളത് കൊണ്ട് നമ്മൾ അടുത്തുള്ള പൂന്തുറയിൽ വെച്ചാകാമെന്ന് വെച്ചു. അപ്പം അന്ന് സുധീരൻ്റെ മനോഹരമായൊരു പ്രസംഗമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ തത്വശാസ്ത്രമൊന്നും പറയേണ്ടതില്ല കേട്ടോ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഈ കാര്യം പറയാൻ. അപ്പം അവിടെ മുക്കുവരും ക്രൈസ്തവരും ഒക്കെയാണ് ഉള്ളത്, കുറേ മുസ്ലിങ്ങളും എല്ലാം. അപ്പം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദിവസേന കടലിൽ പോകുന്നവരല്ലേ, നിങ്ങൾ ആ കടലിൽ പോകുന്ന സമയത്ത് ഹിന്ദുവായ മത്സ്യംപിടുത്തക്കാരനും ക്രൈസ്തവനായ മത്സ്യംപിടുത്തക്കാരനും മുസ്ലിമായ മത്സ്യംപിടുത്തക്കാരനും 3 തരം കടൽ കാണുന്നുണ്ടോ? ഇല്ലെന്ന് അവർ പറയാം. അവരുടെ മുമ്പിൽ സാധാരണ മനുഷ്യർ മുമ്പിലിരിക്കുകയാണ്. നമ്മളെപ്പോലെയുള്ള അടൂർ ബാസി പറഞ്ഞ പോലെ വിദ്യാഭ്യാസം പഠിച്ചവരൊന്നുമല്ല, സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവർ ഇല്ല, ഒറ്റക്കടലാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കടലിൽ ഒറ്റക്കടലിനെ കാണുമ്പോൾ ഭൂമിയിൽ വരുമ്പോൾ എന്താണിത്? പലതരം മനുഷ്യ സമൂഹമായി മാറുന്നത്. അവിടെ നിങ്ങൾ ഒരു തോണിയിൽ ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും ഒരു തോണിയിൽ കയറി ഈ ഇവിടുത്തെ മത്സ്യങ്ങളെ മുഴുവൻ പിടിച്ച് കടലിൽ നിന്ന് ഇറങ്ങി ഭൂമിയിലെത്തുമ്പോഴേക്ക് നിങ്ങൾ 3 തരം മനുഷ്യരാകുന്നത് എങ്ങനെ? നിങ്ങൾക്ക് നിങ്ങളുടെ ആകാശത്തെ സാക്ഷി നിർത്തി വെള്ളത്തിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ദൈവം വിധിച്ച ഈ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊരു ആന്തരമായ മാനവിക ഐക്യമുണ്ടോ, ആ മാനവിക ഐക്യം ഭൂമിയിലെ ഏത് പ്രകോപനത്തിൻ്റെ മുമ്പിലും നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഇതാണ് ഈ സ്നേഹത്തിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളതിനെ ഉപേക്ഷിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ ഇവർ അസാസിനേഷൻ്റെ കഥ പറഞ്ഞല്ലോ, ആ സമയത്ത് അവരിപ്പോഴും എനിക്ക് ഈ അവരുടെ ലിറ്ററേച്ചർ
അവൽ ഞാൻ ഏറ്റവും പുതുതായി വായിച്ചത് ഈ അശോക് സിംഗാൾ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒരു തീവ്ര ഹൈന്ദവവാദിയാണ്, അശോക് സിംഗാൾ. അപ്പോൾ അദ്ദേഹം സുദർശനാണ്. സുദർശൻ്റെ ഒരു സ്പീച്ചാണ്, ഇംഗ്ലീഷിലുള്ള സ്പീച്ച്. ഇതിനിടെയാണല്ലോ വിദ്യാരംഭം കഴിഞ്ഞത്, നവമിയും വിജയദശമിയും ഒക്കെ. ആ വിദ്യാരംഭത്തിൽ നാഗ്പൂരിൽ അദ്ദേഹം ചെയ്ത പ്രഭാഷണമാണ്. അപ്പം ഞാനത് കൗതുകത്തോടുകൂടെ വായിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഖത്തറിൽ വെച്ച് ഇത് പറയണം. ഇതിൽ അദ്ദേഹത്തിൻ്റെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞാനിവിടെ 2-3 വാചകം കൊണ്ട് അവതരിപ്പിക്കും. ഞാൻ അധികം നീട്ടി പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ നീട്ടിയിട്ട് പറയുകയല്ല, നീട്ടിയിട്ട് ജീവിക്കുകയാണ് ആവശ്യം. നമ്മൾ സാധാരണ ഇത് നീട്ടി പറയുകയാണ്, ജീവിക്കുന്നത് കുറച്ച് കളയും. ജീവിക്കലിനാണ് ഏറ്റവും വലിയ നീളം വേണ്ടത്, അല്ലാതെ നമ്മുടെ പ്രഭാഷണത്തിനല്ല. അപ്പോൾ ഈ സുദർശൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് എത്ര മനോഹരമാണ്, ശോഭനമായ കാഴ്ച ഉള്ളവൻ എന്നാണ് അതിനർത്ഥം. ഇന്ത്യയെ ഒരു സുദർശന രാജ്യമാക്കേണ്ടത് ആ പേരുള്ള തൻ്റെ കടമയാണ് എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. അത് എതിരിക്കട്ടെ. അപ്പം അദ്ദേഹം ഈ ഇന്ത്യയുടെ പാരമ്പര്യം പറഞ്ഞാണ് തുടങ്ങുന്നത്. എല്ലാവരും പറയും സത്യമേകമാണ്, ഏകം സത് വിപ്ര ബഹുധ, ഇതൊക്കെ സർവരും പറയും. ഇതൊക്കെ ആവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? പക്ഷേ ഈ സത്യം ഏകമാണ് എന്നുള്ളത് ഇവിടെ കാണാനില്ല. ആ രീതിയിലാണ് അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞ് അതൊക്കെ സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം നേരെ ചിക്കാഗോവിൽ ലോകമത സമ്മേളനത്തിൽ പ്രസംഗിച്ച് വിവേകാനന്ദൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അതൊരു അത്ഭുതമാണ്. ഞാൻ ഗുജറാത്തിനെ പറ്റി പ്രഭാഷണം ചെയ്യുമ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളൊരു സംഗതിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയിൽ നിന്ന് നമുക്ക് മറ്റൊരു നരേന്ദ്രനിലേക്ക് തിരിച്ചു പോകണം. ആ നരേന്ദ്രൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചിക്കാഗോവിൽ ലോകമത സമ്മേളനത്തിൽ പ്രവർത്തിച്ച വിവേകാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമ നാമമാണ് നരേന്ദ്രൻ എന്നത്. ഇപ്പോഴത്തെ നരേന്ദ്രനിൽ നിന്ന് നമുക്ക് പഴയ നരേന്ദ്രനിലേക്ക് ഒരു തിരിച്ചുപോക്ക്. ആ പഴയ നരേന്ദ്രൻ അവിടെ പ്രസംഗിച്ചത്, നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള വ്യത്യാസങ്ങൾ, വിശ്വാസ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതിന് അദ്ദേഹം ഗീതയും ഉദ്ധരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ശിവമഹിംന സ്തോത്രം എന്ന് പറയും. ആ മനോഹരമായൊരു സ്തോത്രമാണ് കേട്ടോ. നൃണാമേകോ ധർമ്മ ത്വമസി പയസാം അർണവൈവ. ഇതൊക്കെ സംസ്കൃതം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സംസ്കൃതത്തിൽ അർത്ഥം പറയാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഞാൻ അത്ര ഒരു വലിയ പണ്ഡിതനുമല്ല, വലിയ ബ്രഹ്മാണ്ഡ ബുദ്ധിമാനും ഒന്നുമല്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ആകാവുന്നതാണ്. ഇതാ ഈ നദികൾ എങ്ങനെ കടലിൽ ചേരുന്നു, അതുപോലെ എല്ലാ വിശ്വാസങ്ങളും ഒരു ഏകവിശ്വാസത്തിൽ ചേരുന്നു. ഇത് അവിടെ പ്രസംഗിച്ചതാണ് നരേന്ദ്രമോദി. അത് ഇവിടെ പ്രസംഗിക്കുമോ എന്ന് ഞാൻ കേരളത്തിൽ ചോദിക്കാറുണ്ട്. നരേന്ദ്രമോദി പ്രസംഗിക്കുമോ? അതുകൊണ്ട് നമുക്ക് നരേന്ദ്രനിൽ നിന്ന് നരേന്ദ്രനിലേക്കുള്ള ഒരു ഗതി ഇന്ത്യക്ക് അനിവാര്യമാണ്. നമുക്ക് പൂർവ്വ നരേന്ദ്രനിലേക്ക്, പുതിയ നരേന്ദ്രനിൽ നിന്ന് പഴയ നരേന്ദ്രനിലേക്ക് നമുക്കൊരു പുതിയ നൂറ്റാണ്ടുണ്ടാക്കുവാൻ, പുതിയ മനുഷ്യനെ ഉണ്ടാക്കുവാൻ, പുതിയ ഭാരതത്തെ ഉണ്ടാക്കുവാൻ നമുക്ക് ഈ പഴയ നരേന്ദ്രനിലേക്ക് ഒന്ന് പോകേണ്ടതാണ്. ആ നരേന്ദ്രനെയാണ് സുദർശൻ ഉദ്ധരിക്കുന്നത്. നരേന്ദ്രമോദി ഉദ്ധരിച്ചിട്ടില്ല. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അനവധി യാത്രകൾ നടത്തുകയുണ്ട്. ഒരൊറ്റ യാത്രയിൽ അദ്ദേഹം വിവേകാനന്ദ സ്വാമികളെ ഉദ്ധരിക്കുകയുണ്ടായില്ല. പക്ഷെ അദ്ദേഹം ഈ സുദർശൻജി ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു എവിടെ കൊണ്ടെത്തിക്കും ഇത്? ഇന്നത്തെ ഭാരതത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എന്തു പറയും? ഇതിങ്ങനെ പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവരുന്നത് ഇവിടെ ഈ ഇന്ത്യയുടെ ഈ മഹിമയെല്ലാം നശിപ്പിക്കുന്നത് ഇവിടെ കടന്നു വന്ന മറ്റ് മതവിശ്വാസികളാണ് എന്ന് പറഞ്ഞ് ഇത് നശിപ്പിക്കുകയാണ്. അവിടെയാണ് നേരത്തെ പ്രൊഫസർ അരവിന്ദാക്ഷൻ പറഞ്ഞ കൊടുങ്ങല്ലൂരിൻ്റെ സന്ദേശം. അവിടെ അമ്പലമായാലും പള്ളിയായാലും അവിടെ ദൈവസാന്നിധ്യത്തിനാണ് അവിടെ നൈരന്തര്യം. നിരന്തരമായി വേണ്ടത് ദൈവസാന്നിധ്യമാണ്. അതാണ് അവിടെ തെളിയിക്കുന്നത്. അതുപോലെ ഞാൻ അഴീക്കോട്ടുകാരനാണ്. അത് കൊടുങ്ങല്ലൂരിലെ അഴീക്കോടല്ല, കണ്ണൂരിലെ അഴീക്കോട്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ഹിന്ദുക്കൾ അതിനടുത്തുള്ള ഒരു പള്ളിയുടെ ഉത്സവത്തിന് പോയിട്ട് ഹിന്ദുക്കൾ
വലിയ ഘോഷയാത്രയായിട്ട് വരും. കാട്ടിലെ പള്ളി എന്നാണ് പറയും. അത് വളവട്ടണം കഴിഞ്ഞ് പോകണം. കാട്ടിലെ പള്ളി ഉത്സവത്തിൽ പങ്കെടുത്തിട്ട് ഹിന്ദുക്കൾ കരിമ്പും കഷ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പം എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ആ പള്ളിയിൽ ഹിന്ദുക്കൾ പോകുന്നു. ഞാൻ നേരത്തെ മലയാള അധ്യാപകൻ ചോദിച്ചില്ലേ, ഹിന്ദു കുട്ടികൾ ആ കുട്ടിയുടെ പ്രായത്തിലാണ്. അപ്പോൾ എനിക്കിതിൽ അത്ഭുതമൊന്നുമില്ല. ആ പള്ളിയിൽ പോകുന്നു. പിന്നെ പ്രായപൂർത്തിയായപ്പോഴാണ് പള്ളിയിൽ ഹിന്ദുവിന് പോകാൻ പാടില്ല എന്ന് മനസ്സിലായത്. അതാണ് നമ്മുടെ സംസ്കാരമെന്ന്. പക്ഷേ ഇന്ത്യ അത് അംഗീകരിച്ചില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഗ്നിയിൽ നാം നമ്മുടെ കൊള്ളരുതായ്മകളെ ബലിയർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ മനോഹരമായൊരു തെളിവ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. അവിടെ ഇമാം ഭരിക്കുന്നു എന്നൊക്കെ അറിയില്ലേ. ഡൽഹിയിലെ ബുഖാരി ഇമാം വളരെ പ്രസിദ്ധനായിരുന്നു. അവിടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ആര്യസമാജത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായ സ്വാമി ശ്രദ്ധാനന്ദനെ ഇന്ത്യയുടെ സംസ്കാരത്തെ പറ്റി പ്രസംഗിക്കുവാൻ അന്നത്തെ ഇമാം ക്ഷണിക്കുകയുണ്ടായി ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ. ഇന്നത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു മതകലഹം സംഭവിക്കുന്നതാണ്. പക്ഷേ അന്ന് ദൈവം ഇന്ത്യയെ അനുഗ്രഹ ദൃഷ്ടികളോടുകൂടെ നോക്കിയ ഒരു സംഭവമായിരുന്നു. ജുമാ മസ്ജിദിൽ സ്വാമി ശ്രദ്ധാനന്ദൻ ആര്യസമാജ പ്രവർത്തകനാണ്. അദ്ദേഹം സ്വാമിയാകുന്നതിനും അദ്ദേഹത്തിൻ്റെ പേര് മുൻഷി റാം എന്നായിരുന്നു. അദ്ദേഹം കേരളത്തിൽ എത്രയോ തവണ വന്ന് അദ്ദേഹം സന്ദർശനം നടത്തിപ്പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അവിടെ ഹിന്ദു സന്യാസത്തിന് കളങ്കം വന്നില്ല, പള്ളിയുടെ ദിവ്യത പോയില്ല. ബാബറി മസ്ജിദ് എന്തൊരു ഭീകരമായ ഒരു കളങ്കം ഇന്ത്യയുടെ തലയിൽ ചാർത്തിയോ അതിനെ 100 മടങ്ങ് ഇല്ലാതാക്കുന്ന ഒരു മംഗളത്തിൻ്റെ ഒരു കുറി ഇന്ത്യയുടെ ശിരസിൽ ചാർത്തിയത് ആ സംഭവമായിരുന്നു. ഇന്ത്യക്കഥാകാവുന്നതാണ്. ഞാനിങ്ങനെ പറയാൻ നിങ്ങൾ എന്നെ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അന്തമില്ലാതെ പറഞ്ഞു പോകും. ഇത് നമ്മുടെ കൾച്ചറാണ്. ഞാനൊരു 1-2 സംഗതി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. നമ്മൾ പഠിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, അധ്യാപകർ തങ്ങളുടെ പഠിപ്പിക്കുമ്പോൾ സിലബസിൽ കയറരുത്. മറ്റ് ബസ്സിലൊക്കെ കയറിക്കോളൂ, ഈ ബസ്സിൽ കയറിയിട്ട് അവിടെ മരിച്ചു കളയരുത്. അധ്യാപകന് സിലബസ് ചവിട്ടി നിന്ന് ഉപേക്ഷിക്കാനുള്ള വസ്തുവാണ്, അല്ലാതെ തൻ്റെ ആത്മാവിനെ കെട്ടിയിടാനുള്ള ദണ്ഡമല്ല. അത് ചവിട്ടി ഉപേക്ഷിക്കാനുള്ളതാണ്. അതിന് നിൽക്കരുത്. അതിൻ്റെ ഒരു കഥ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് നമ്മളിപ്പോൾ ഈ സുദർശനോട് ഞാൻ സംസാരിക്കുകയാണ്. ഈ രാജ്യത്തിലെ സുദർശനന്മാരോട് സംസാരിക്കും. നമ്മളെല്ലാവരും ഉള്ള ഈ സംവാദം നിങ്ങൾ വീട്ടിൽ ചെന്ന് തുടരണമെന്ന് പറഞ്ഞില്ലേ, ആ സംവാദത്തിൻ്റെ ഒരു വാതിൽ തുറക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഹിന്ദു രാജ്യം, സുദർശൻ്റെ പ്രഭാഷണത്തിൽ ഏതാണോ ഹിന്ദു രാജ്യമായത്, ഞാൻ ആ ഹിന്ദു രാജ്യത്തിന്, ഞാൻ ചരിത്രത്തിൽ MA ഒന്നുമില്ല, എൻ്റെ MA ഒക്കെ വേറെ വിഷയത്തിലാണ്. പക്ഷേ ഞാൻ സിലബസിൽ നിൽക്കുന്ന ഒരുത്തനല്ല, അതുകൊണ്ട് എനിക്ക് ചരിത്രവും അറിയാം. പക്ഷേ ചരിത്ര പ്രൊഫസർമാർ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചരിത്രത്തെ നാം അത് കുട്ടികളിൽ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കടമയുണ്ട്. നമ്മുടെ രാജ്യം ഏതോ ഒരു ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അമേരിക്കക്കാരൻ്റെ ഒരു പ്രയോഗമുണ്ട്, 29th ഡേ എന്ന് പറയും. 29th ഡേ എന്ന് പറഞ്ഞാൽ നാശത്തിൻ്റെ തലേന്നാണ്. ഇറ്റ് ഈസ് എ പെനൽറ്റിമേറ്റ് ഡേ ഓഫ് ടോട്ടൽ ഡൂം. നമ്മുടെ സർവനാശത്തിൻ്റെ ഉപാന്ത്യ ദിനമാണ് 29th ഡേ എന്ന് പറയും. അപ്പോൾ 29th ഡേ ആയാൽ പിറ്റേന്ന് അമേരിക്കക്കാരൻ പറയും, ഒരു കുളത്തിൽ ഒരു താമരയുണ്ട്, അത് ദിവസേന ഇരട്ടിയാകും. ഇങ്ങനെ അത് 29ാമത്തെ ദിവസത്തിൽ കുളം പകുതി നിറയും. അപ്പോൾ കുളം മുഴുവൻ നിറയാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കും നമ്മൾ 29 ദിവസം എടുത്തില്ലേ, അപ്പോൾ 58 ദിവസം വേണ്ടി വരുന്നു നമ്മൾ വിചാരിക്കും. പിറ്റേന്ന് നിറയും, കാരണം ഇത് ഇരട്ടിയാവുകയാണ്. അപ്പോൾ 29 ദിവസം കൊണ്ട് ഇത് പകുതി നിറഞ്ഞെങ്കിൽ പിറ്റേന്ന് ഇരട്ടിയാകുമ്പോൾ മുഴുവൻ നിറയും. നമ്മളിന്ന് ആ ഒരു ഭീകരാവസ്ഥയിലാണ്. നമ്മുടെ കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഒക്കെ ഈ അതാണ് അവർക്ക് ഇനി ഒരു പോം വഴിയുമില്ല എന്നൊക്കെ പറയുന്നത്. ഈ 29th ഡേ ഇറ്റ് ഇസ് ദി ദി
the indefinable dread which is created by the presence of this 29th day. ഈ അവസാനത്തെ ദിവസത്തിൻ്റെ ഒരു ഭീകരതയാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് മുങ്ങിപ്പോകും എന്ന് തോന്നുന്ന ആ ഘട്ടത്തിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചരിത്ര പ്രൊഫസറായാലും മലയാളം പ്രൊഫസറായാലും ഏത് അധ്യാപകനായാലും കുട്ടികളുടെ ഹൃദയത്തിൽ ഇവിടുത്തെ ഏത് വർത്തമാന സാഹചര്യത്തിൻ്റെ വൃത്തികേടും കൊണ്ടും പിളർന്നു പോകാത്ത ഒരു പരിശുദ്ധവും അതിശക്തവുമായൊരു ആത്മാവ് ഈ കുട്ടികളിൽ ഉണ്ടാക്കുവാൻ ഇവിടുത്തെ അധ്യാപകർക്ക് സാധിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മളെയൊക്കെ ആളുകൾ പലതും പഠിപ്പിച്ചിട്ടുണ്ട്, ചരിത്രമൊക്കെ. ഇവിടെ ഈ രീതിയിലും വായിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ ഹൈന്ദവ ഭാരതം എന്ന് സുദർശൻജിയും അദ്വാനിജിയും ഒക്കെ പറയുന്നില്ലേ, എത്ര ഹൈന്ദവമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് ചക്രവർത്തികളുടെ മഹാസാമ്രാജ്യങ്ങൾ ഉണ്ടാക്കും. അത് ബ്രിട്ടീഷ് സാമ്രാജ്യം വരെ അത് തുടർന്ന് നിൽക്കും. ഒരു 6-7 വലിയ സാമ്രാജ്യങ്ങൾ. അതിൽ ആദ്യത്തെ ഏറ്റവും പ്രബലമായ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യമാണ്. അപ്പോൾ നമ്മളെയൊക്കെ ഹിസ്റ്റോറിയൻസ്, നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ ചന്ദ്രഗുപ്ത മൗര്യൻ ഏതാണ്, നമ്മുടെ മലയാള അധ്യാപകൻ ചോദിച്ച പോലെ ഹിന്ദു രാജാക്കന്മാർ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ എഴുന്നേറ്റ് നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. ചന്ദ്രഗുപ്തൻ എഴുന്നേറ്റ് നിൽക്കില്ല. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനനാണ്, ഹിന്ദു അല്ല, ജൈനനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് എന്താണ് ക്ഷാമം വന്നത്, അദ്ദേഹത്തിനത് പരിഹരിക്കാൻ സാധിച്ചില്ല, ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ജൈന ഭിക്ഷുക്കളോടൊപ്പം നടന്ന് ഇവിടെ മൈസൂരിലുള്ള ശ്രാവണ ബെൽഗോള എന്ന ജൈന സങ്കേതത്തിൽ വന്ന് അവിടെ മരിക്കുകയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അലക്സാണ്ടർ ചക്രവർത്തി ഈ രാജ്യത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് സംസാരിച്ച് യവനഭടന്മാർ തന്നെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടി വന്ന് ഭാരതീയ യൗവനത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപമായി വന്ന് ഇന്ത്യയിൽ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചവനാണ്. ഇന്ത്യയിലെ ചക്രവർത്തിമാരുടെ പരമ്പര എടുക്കുമ്പോൾ ഒന്നാമത്തെ ചക്രവർത്തി ജൈനനാണ്, രണ്ടാമത്തെ ചക്രവർത്തി അശോകനാണ്. അശോകൻ ബൗദ്ധനാണ്, ബുദ്ധമതക്കാരനാണ്. അദ്ദേഹം ഹിന്ദു ആയിരിക്കാം, പക്ഷെ അദ്ദേഹം ബുദ്ധമതക്കാരനാണ്. മാധവിക്കുട്ടി ഏറ്റവും ഒടുവിലത്തെ മതപരിവർത്തനം ചെയ്ത ആളാണ്. ആദ്യത്തെ മതപരിവർത്തനം അശോകനാണ്. അദ്ദേഹത്തിൻ്റെ പേരും നമ്മുടെ പ്രൊഫസർമാർ പറഞ്ഞാലേ, ഞാൻ ഈ പ്രൊഫസർമാരെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ നാം എന്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ വാക്കുകളില്ലേ, ഈ വാക്കുകൾ പഴച്ചു പോകാതിരിക്കണമേ. ഞാൻ ഒരു 10-15,000 പ്രസംഗം ഞാൻ വെറുതെ അല്ല ഇങ്ങനെ തടിച്ചു പോയത്, ഈ പ്രസംഗം ചെയ്ത ഒരുത്തനാണ്. പക്ഷേ എനിക്ക് വാക്കുകൾ പഴച്ചു പോകാതിരിക്കണമേ. ഇത് ഖത്തറിൽ എന്താണ് ഈ മനുഷ്യമൈത്രിയും സ്നേഹസംഗമവും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ്. വാക്ക് പഴക്കരുതേ ദൈവമേ എന്നുള്ള. നമ്മുടെ രാഷ്ട്രീയത്തിലെ 90% അടിപിടിയും വാക്ക് പിഴച്ചിട്ട് ഉണ്ടാകുന്നു. ഇത് പഴക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അശോകൻ എന്നാണ് പ്രൊഫസർമാർ പഠിക്കുന്നത്. ഇവരൊക്കെ വിൻസെൻ്റ് സ്മിത്തിൻ്റെ ഇന്ത്യ ഹിസ്റ്ററി സാഹിബ് എഴുതിയ ചരിത്രം വായിച്ചിട്ടുണ്ട്. അശോകാദി എന്നൊക്കെ പറഞ്ഞിട്ട് അശോകൻ എന്നല്ല പേര്, അശോകവർദ്ധനൻ എന്നാണ്. അശോകൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവനെ അർത്ഥമുള്ളൂ. അശോകവർദ്ധൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലായ്മ വർദ്ധിപ്പിക്കുന്നവൻ, അതായത് ജനങ്ങൾക്ക് സുഖം വർദ്ധിപ്പിക്കുന്നവെന്നാണ് അതിൻ്റെ അർത്ഥം. അശോകൻ എന്ന് പറഞ്ഞാൽ അവനവന് സുഖമുണ്ട് എന്ന് ഞാൻ അർത്ഥമുള്ളൂ. അശോകവർദ്ധനനാണ് ആ പേര്. അത് നമ്മുടെ പ്രൊഫസർമാർ നമ്മളെ പഠിപ്പിച്ച അശോകൻ എന്നാക്കി. എന്ന് വെച്ചാൽ സാഹിബിന് ഇത് നീണ്ട പേരല്ലേ, ഉച്ചരിക്കാൻ പ്രയാസം. ഇന്ത്യയോട് അവൻ കാണിക്കുന്ന അവൻ്റെ എന്താണ് കൊള്ളരുതാത്ത അപമാനിക്കലില്ലേ, അതിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാര ഭക്തന്മാർ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അശോകവർദ്ധനാണ്. അശോകവർദ്ധൻ ബൗദ്ധനാണ്. നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഏറ്റവും വലിയ ചക്രവർത്തിമാർ. അവിടെ അശോകനെ പോലെ ഒരു ചക്രവർത്തി പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ അഭിമാനിക്കുന്നു ഇവരുടെ. നമ്മുടെ ഒന്നാമത്തെ മഹാനായ ചക്രവർത്തി ജൈനനായതിലും രണ്ടാമത്തെ മഹാനായ ചക്രവർത്തി ബൗദ്ധനായതിലും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഭാരതം അതിൻ്റെ ജീവിത സാക്ഷാത്കാരം നേടി എന്ന് അഭിമാനിക്കുന്നു. അത് നമുക്ക് അപമാനമല്ല. അത് സുദർശൻജിയും അദ്വാനിജിയും ദയവായി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മൂന്നാമത്തെ ചക്രവർത്തിയെ ഹൈന്ദവ ചക്രവർത്തിയാകുന്നുള്ളൂ. അത് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ്.
പക്ഷേ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ അശോകൻ്റെ അടുത്ത് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. മഹിമയിൽ പിന്നത്തെ ഏറ്റവും വലിയ ചക്രവർത്തി ഹർഷനാണ്. അദ്ദേഹം വീണ്ടും ബൗദ്ധനാണ്, ഹിന്ദു ചക്രവർത്തിയല്ല. പിന്നെ നമ്മൾ ചരിത്രത്തിൽ ഒരു വലിയ ചക്രവർത്തിയെ കാണുന്നത് കൃഷ്ണദേവരായൻ മാത്രമാണ്. ഞാൻ ഈ ചോട്ട രാജാക്കന്മാരെ പറ്റി പറയുകയല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ചക്രവർത്തി അക്ബറാണ്, അദ്ദേഹം മുസ്ലിമാണ്. അതിനെയും പ്രൊഫസർമാർ നമ്മളെ തെറ്റായിട്ടാണ് പഠിപ്പിച്ചത്. അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ മഹാൻ എന്നാണ് അക്ബർ. പക്ഷെ ഇവർ നമ്മളെ പഠിപ്പിച്ച അക്ബർ ദ ഗ്രേറ്റ് എന്നാണ്. ഇപ്പോഴും അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേറ്റ് എന്നാണ് അർത്ഥം. അതറിയാതെ സാഹിബ് വിൻസെന്റ് സ്മിത്ത് അക്ബർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അത് പറയുകയാണ്. നമ്മളെ നമ്മുടെ അറിവ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഹൈന്ദവെന്നൊക്കെ പറഞ്ഞു കൂകിപ്പായുന്ന സമയത്ത് ഇവിടെ കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിൽ വന്ന് ഇതൊക്കെയാണ് മാറ്റാൻ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ഇവിടെ സിലബസ് അല്ല മാറ്റേണ്ടത്. ഇതാണ് നമ്മുടെ രാജ്യം. ഈ ഒരു ആലിംഗനം, ഇതാണ് വിവേകാനന്ദ സ്വാമികൾ ഈ പരമമായ സ്നേഹത്തിൻ്റെ ആലിംഗനം. ആലിംഗനം ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമാണെന്ന് ഖത്തറിലെ കേരളീയർ, അത് കേരളീയൻ്റെ ഒരു പൈതൃകമാണ്. ഈ മനസ്സ് ഇറക്കുമതി ചെയ്യാൻ സാധിക്കാത്ത മനസ്സാണെങ്കിലും ഞാനും അരവിന്ദാക്ഷൻ മാഷും ഈ മനസ്സ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ വന്നത്. ഞങ്ങളുടെ ഈ പ്രഭാഷണം കൊണ്ട് നിങ്ങളെ ഉദ്ബുദ്ധരാക്കാനല്ല, നിങ്ങളുടെ ഈ വിശ്വാസത്തിലുള്ള നിങ്ങളുടെ ഒരു നിഷ്ഠയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പൊടിഞ്ഞു നിൽക്കുന്ന ആശയങ്ങൾക്ക് ഘനീഭാവം ഉണ്ടാക്കുക, അതിനുവേണ്ടി നമ്മളിവിടെ വന്നതാണ്. അത് ഞങ്ങളുടെ നാട്ടിൽ നടത്തുവാൻ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു.